Good afternoon. ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ക്ലിയർ ആണോ? ഷെയർ ചെയ്തേക്കുന്നത് യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയോ പറഞ്ഞത്? പ്ലാനിങ് പാരാമീറ്റേഴ്സ് ഓഫ് മോർച്ചറി ലൊക്കേഷൻ പറഞ്ഞില്ലായിരുന്നോ? ലൊക്കേഷൻ, സ്പേസ് റിക്വയർമെന്റ്സ് ഒക്കെ ഫങ്ഷൻ ഇല്ല. ഓക്കെ, ഫങ്ഷൻസ് കംപ്ലീറ്റ് ആക്കിയോളാം അല്ലേ? ഫങ്ഷൻസ് ആയിരുന്നു അല്ലെ പറഞ്ഞത്? ഫങ്ഷൻസ് ഓഫ് മോർച്ചറി സർവീസ്. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലാനിങ് പാരാമീറ്റേഴ്സ് ഓഫ് എ മോർച്ചറി. എന്തൊക്കെയാണ് നമ്മുടെ മോർച്ചറിയുടെ ലൊക്കേഷൻ, അതിന്റെ സ്പേസ് റിക്വയർമെന്റ്സ് ഒക്കെ, അതിന്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് നോക്കുന്നത്. ഒരു മോർച്ചറി കോംപ്ലക്സ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ലൊക്കേഷൻ എങ്ങനെയായിരിക്കണം? The location should be in a dubious or obscure place. അതായത് ഏതെങ്കിലും ഒരെണ്ണം മതി കേട്ടോ. ഒന്നില്ലെങ്കിൽ ഡ്യൂബിയസ് എന്നുള്ളത് എഴുതുക, മറ്റത് വെട്ടിക്കളയുക. ഒബ്സ്ക്യൂർ എന്നുള്ളതാണെങ്കിൽ അത് വെട്ടിക്കളയുക കേട്ടോ. ഇൻ എ ഡ്യൂബിയസ് പ്ലേസ് അല്ലെങ്കിൽ ഇൻ ആൻ ഒബ്സ്ക്യൂർ പ്ലേസ്, രണ്ടിന്റെ മീനിങ് സെയിം ആണ്. അവ്യക്തമായ സ്ഥലത്തായിരിക്കണം. എന്താണ് അവ്യക്തമായ? ഡ്യൂബിയസ് എന്നുള്ളതിന്റെ മീനിങ്. The location should be in a dubious place. അപ്പൊ മോർച്ചറി എവിടെയായിരിക്കണം ലൊക്കേഷൻ? ഒരു ഒബ്സ്ക്യൂർ പ്ലേസ് അല്ലെങ്കിൽ ഡ്യൂബിയസ് പ്ലേസിലായിരിക്കണം, ഒരു അവ്യക്തമായിട്ടുള്ള സ്ഥലത്തായിരിക്കണം. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ചെന്ന് കയറുമ്പോ ഫ്രണ്ടിൽ തന്നെ ഒരു മോർച്ചറി കൊണ്ടുവന്ന് വെക്കാന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ഫീൽ ആണ് അല്ലെ? നമുക്ക് ഒരു ഡിസ്റ്റർബൻസ് ആണ്. അങ്ങനെ അത് എപ്പോഴും എങ്ങനെയാ ഒരു അവ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഒതുങ്ങിയ ഒരു സ്ഥലത്തായിരിക്കണം മോർച്ചറിയുടെ ലൊക്കേഷൻ. In a separate building to where the dead body can be reached in a non-disturbing way. കണ്ടോ? പിന്നെ എങ്ങനെ പറഞ്ഞേക്കുന്നേ? അത് ചിലപ്പോ ഹോസ്പിറ്റലിന്റെ ആ ഒരു ബിൽഡിങ്ങിൽ തന്നെയാണെങ്കിൽ നമ്മളൊരു കോർണറിൽ ഏതെങ്കിലും ഒക്കെ ആയിരിക്കും, ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് അങ്ങനെ ആയിരിക്കണം മോർച്ചറി അത് വെക്കാനായിട്ട്. ഇനി അല്ലെങ്കിലോ അത് ചിലപ്പോ സെപ്പറേറ്റ് ബിൽഡിംഗ് ആവാം. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ ആ ബിൽഡിംഗ് അല്ലാണ്ട് അഡീഷണൽ ആയിട്ട് സെപ്പറേറ്റ് വേറൊരു ചെറിയൊരു ബിൽഡിംഗ് ആവാം ചിലപ്പോ ഈ മോർച്ചറി എന്ന് പറയുന്നത്. സെപ്പറേറ്റ് ബിൽഡിംഗ് ടു വെയർ ദ ഡെഡ് ബോഡി ക്യാൻ ബി റീച്ച്ഡ് ഇൻ എ നോട്ട് ഡിസ്റ്റർബിംഗ് വേ. അതാണ് എപ്പോഴും ആളുകൾ നടക്കുന്ന, ആളുകൾക്കൊന്നും ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു സ്ഥലത്തായിരിക്കണം. അപ്പൊ എപ്പോഴും കോമൺ ആയിട്ട് ആളുകൾ പോകുന്ന ഒരു വഴിയിലാകാൻ പാടില്ല മോർച്ചറി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞതല്ലേ, അതെപ്പോഴും നമ്മൾ പറഞ്ഞു ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് അധികം, ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ അത് അധികം ആരുടെ ശ്രദ്ധ കിട്ടാത്ത സ്ഥലത്ത് അല്ലെ, ഒരു ഒതുങ്ങിയ ഒരു സ്ഥലത്തായിരിക്കണം. കോമൺ ആയിട്ട് ആളുകൾ യൂസ് ചെയ്യുന്ന ആ ഒരു പാസേജില് ആയിരിക്കരുത്. ആളുകൾ എപ്പോഴും നടക്കുന്ന ഒരു പാസേജിലായിരിക്കരുതെന്ന് പറഞ്ഞു. ഒരു അൺക്ലിയർ പ്ലേസ് അല്ലെങ്കിൽ ഡ്യൂബിയസ് പ്ലേസിലായിരിക്കണം. Okay, there should be easy access from wards. എന്നാലും എന്താ പറഞ്ഞിരിക്കുന്നത്? വാർഡിൽ നിന്ന് അല്ലെങ്കിൽ ICU, OT, ഓപ്പറേഷൻ തിയേറ്റർ, എമർജൻസി ആൻഡ് പത്തോളജി ഡിപ്പാർട്ട്മെന്റ്, ഇവിടങ്ങളിൽ നിന്നൊക്കെ എളുപ്പത്തില് പ്രവേശിക്കാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കണം മോർച്ചറി കോംപ്ലക്സ് എന്ന് പറയുന്നത്. മോർച്ചറിയുടെ ലൊക്കേഷനാ പറയുന്നത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഒരു ഡ്യൂബിയസ് പ്ലേസ് ആയിരിക്കണം, അവ്യക്തമായിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കണം. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ചിലപ്പോ നമ്മൾ ആ ഹോസ്പിറ്റലിലാണെങ്കിൽ അല്ലെങ്കിൽ എന്താ ഒരു സെപ്പറേറ്റ് ബിൽഡിങ് വേണം മോർച്ചറിക്ക്. അവിടെ ആളുകൾക്കൊന്നും അധികം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാത്ത രീതിയിൽ നോ ഡിസ്റ്റർബിംഗ് വേയിലായിരിക്കണം. കോമൺ ആയിട്ട് ആളുകൾ നടക്കുന്ന പാത്തിലാവരുത് മോർച്ചറി കോംപ്ലക്സ്. പിന്നെ പറഞ്ഞേക്കുന്നത് വാർഡില് അല്ലെങ്കിൽ ICU, ഓപ്പറേഷൻ തിയേറ്റർ, എമർജൻസി ആൻഡ് പത്തോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ എളുപ്പത്തില് പ്രവേശിക്കാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കണം മോർച്ചറി. ഓക്കെ, അത്രയാണ് ആ ലൊക്കേഷനിൽ പറഞ്ഞേക്കുന്നത്. അതിൽ ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ഡ്യൂബിയസ് പ്ലേസ്, അവ്യക്തമായ സ്ഥലത്തിലായിരിക്കണം. പിന്നെ ലാസ്റ്റ് സെന്റൻസ് നോട്ട് ചെയ്തിടാം. There should be easy access from എന്തൊക്കെയാ? വാർഡ്, ICU, ഓപ്പറേഷൻ തിയേറ്റർ, എമർജൻസി ആൻഡ് പത്തോളജി ഡിപ്പാർട്ട്മെന്റ്, ഇവിടെ നിന്നൊക്കെ എളുപ്പത്തിൽ പ്രവേശിക്കാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കണം. ഇനി അടുത്ത് നോക്കിയേ, രണ്ടാമത്തെ
space requirements rely on the size and the type of hospital and the workload. അപ്പൊ ഇന്ന സൈസ് ഇത്ര സൈസ് വേണമെന്ന് കറക്റ്റ് ആയിട്ടൊന്നുമില്ല. അത് എന്തിനാ ഹോസ്പിറ്റൽ ഡിപ്പെൻഡ് ചെയ്ത് അതിന്റെ മോർച്ചറിയുടെ സൈസ് വ്യത്യാസപ്പെടാം. റിലേ ഓൺ ദ സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ വലിപ്പം അനുസരിച്ച് ആ ടൈപ്പ് അനുസരിച്ച് അത് അവരുടെ മോർച്ചറി കോംപ്ലക്സ് വ്യത്യാസപ്പെടാം. And the workload, workload, size, type അനുസരിച്ചൊക്കെ വ്യത്യാസപ്പെടാം. The Committee on Plan Project COPP അവിടെ expanded form ചോദിക്കാം കേട്ടോ. Committee on Plan Project, Committee on Plan Project COPP has recommended an area of 6 to 8 square feet per bed as a general guideline. ഇത് ഈ കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് അങ്ങനത്തെ മോർച്ചറിയുടെ ഏരിയ എന്നൊരു റെക്കമെൻഡ് ചെയ്തേക്കുന്നത് 6 to 8 square feet per bed. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം കേട്ടോ. അത്രയാണ് ശുപാർശ ചെയ്തേക്കുന്നത്. COPP റെക്കമെൻഡ് ചെയ്തേക്കുന്നത് ഏരിയ ഓഫ് മോർച്ചറി അതിന്റെ സ്പേസ് എന്ന് പറയുന്നത് 6 to 8 square feet per bed as the general guideline. ഓക്കെ, ഇനി അടുത്തത് ഫങ്ഷണൽ ഏരിയാസ് ആണ്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഫങ്ഷണൽ ഏരിയസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം മോർച്ചറിയില്. ഫങ്ഷണൽ ഏരിയയില് ഫസ്റ്റ് വരുന്നതാണ് പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. പോർട്ടിക്കോ എന്താ മീനിങ്? പോർട്ടിക്കോ പോർച്ച്, എൻട്രൻസ് അല്ലെങ്കിൽ പോർച്ച് എന്നൊക്കെയാണ് പോർട്ടിക്കോ എന്നുള്ളതിന്റെ മീനിങ്. ഓക്കെ, ഇപ്പൊ ഫങ്ഷണൽ ഏരിയയുടെ ഫസ്റ്റ് എന്താണ്? പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. ഈ ഒരു എൻട്രൻസ് പോയിന്റ് അല്ലെങ്കിൽ പോർച്ച് നമ്മുടെ വാഹനങ്ങൾ കൊണ്ടുവന്നിട്ട് പോർച്ചിലല്ലേ ഇടുന്നത് അല്ലെ? ആ എൻട്രൻസ് പോയിന്റ് പോർച്ച്, അത് ഒന്നാമത്തെ ഫങ്ഷണൽ ഏരിയ. പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. ആ പാർക്കിംഗ് ഏരിയ വിത്ത് എ കവേർഡ് ഏരിയ ഓഫ് about 18 meters square for vehicle should be facilitated at the entrance to the body store in order to protect from wet weather and screen from adjacent areas with an exit to secondary road or parking area. ഇവിടെ പറഞ്ഞേക്കുന്നത് വെച്ചാൽ അപ്പൊ നമ്മള് ഫസ്റ്റ് പറഞ്ഞേക്കുന്ന ആംബിൾ പാർക്കിംഗ് ഏരിയ. നമ്മൾ പറഞ്ഞ ഈ മോർച്ചറി കോംപ്ലക്സിന്റെ ഫ്രണ്ടില് നമ്മൾ ആംബുലൻസ് വന്നേക്കണം അല്ലെ, ഡെഡ് ബോഡീസ് കളക്ട് ചെയ്യാനായിട്ട് അല്ലെ, മോർച്ചറിയിലേക്ക് ബോഡി കൊണ്ടുവരാനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മോർച്ചറിന്ന് ബോഡി വീടുകളിലേക്കൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ കളക്ട് ചെയ്യാനായിട്ട് ഒരു എന്ത് വേണം? ഒരു പാർക്കിംഗ് ഏരിയ, ഒരു എൻട്രൻസ് പോയിന്റ് വേണം, എൻട്രൻസ് വേണം. അതെന്തോരാ നോക്കിയേ? 18 meter square. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അത് ആംബിൾ പാർക്കിംഗ് ഏരിയ വിത്ത് എ കവേർഡ് ഏരിയ ഓഫ് about 18 meter square. അതെങ്ങനെയായിരിക്കും കവർ ചെയ്തിരിക്കണം? നമ്മൾ ആ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിലുള്ള ഏരിയ അതാ ഉദ്ദേശിക്കുന്നത്. ആ മോർച്ചറി കോംപ്ലക്സിന്റെ ഫ്രണ്ടിലുള്ള ഏരിയ ഏകദേശം 18 മീറ്ററോളം ഇത് വേണം. അത് എന്ത് ചെയ്തിരിക്കണം? കവർ ചെയ്തിരിക്കണം. എന്തിനാ അങ്ങനെ കവർ ചെയ്തേക്കുന്ന എൻട്രൻസ് പോയിന്റ്? എന്തിനാ കവർ ചെയ്തേക്കുന്നത്? ഓക്കെ, to the body store in order to protect from wet weather and screen from adjacent areas. നോക്കിയേ, അപ്പൊ നമ്മുടെ ബോഡീസ് ഇങ്ങനെ ഇപ്പൊ ആംബുലൻസിലേക്ക് കയറ്റുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മൾ ബോഡീസ് കയറ്റുമ്പോഴൊക്കെ അവിടെ ഓപ്പൺ ആയി കിടന്നു കഴിഞ്ഞാൽ വല്ല മഴയോ ഈർപ്പമോ ഒക്കെ ഉണ്ടെങ്കിൽ എന്താ പറയാ, ബോഡിയിലേക്ക് മഴയൊക്കെ കൊള്ളു അല്ലെ? മഴ കൊള്ളൂല ഓപ്പൺ ആയിട്ട് കിടന്നു കഴിഞ്ഞാല്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മള് മരിച്ചു കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ഈ മോർച്ചറിയിലേക്ക് ബോഡിയൊക്കെ കൊണ്ടുവരുമ്പോഴെന്ന് പറഞ്ഞാൽ അതിലൊത്തിരി നമ്മള് പ്രത്യേകിച്ച് നമ്മളെ കേസിന്റെ ഭാഗമായിട്ടൊക്കെ ആണെങ്കിലും ഒത്തിരി എന്താ പറയാ എന്തെങ്കിലും എവിഡൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ചിലപ്പോ മഴയൊക്കെ വെറ്റ് ഒക്കെ കൊണ്ട് അതിൽ നിന്ന് പോകാം. അതുകൊണ്ട് അങ്ങനെ ആ ബോഡി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വെറ്റ് അല്ലെങ്കിൽ വെതർ ഇതിൽ നിന്നൊക്കെ ബോഡി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കവേർഡ് ഏരിയ. അതെന്തോരം വേണം? 18 meter square. 18 meter സ്ക്വയറിൽ ഒരു കവേർഡ് ഏരിയ വേണം. ഓക്കെ, എന്തിനാ കവർ ചെയ്തേക്കുന്നത്? ബോഡി സ്റ്റോർ ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ഫ്രം വെറ്റ് വെതർ ആൻഡ്
ആൻഡ് വെറ്റ് വെതറിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. ഇനി ആൻഡ് സ്ക്രീൻ ഫ്രം അഡ്ജസന്റ് ഏരിയ, ഇനി തൊട്ടടുത്തുള്ള ഏരിയയിലേക്ക് ഇങ്ങനെ ഒരു സ്ക്രീനിങ് കൊടുത്തിട്ടുണ്ട്, ഒരു മറ പോലെ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ വേറെ ആർക്കും എന്തെന്ന് കാണാത്ത രീതിയിൽ അതിനെ ഒന്നും നമ്മളൊരു എന്താ പറയാ ഒരു അങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കാത്ത രീതിയിൽ അഡ്ജസന്റ് ഏരിയയിലേക്ക് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് എക്സിറ്റ്, എന്നിട്ട് അത് സെക്കൻഡറി റോഡ് അല്ലെങ്കിൽ പാർക്കിംഗ് ഏരിയയിലേക്ക് അതിന് ഒരു വഴിയുമുണ്ട്. അത് അവിടെ നിന്ന് ആ കവേർഡ് ഏരിയയിൽ നിന്ന് ഒരു സെക്കൻഡറി റോഡ് പാർക്കിംഗ് ഏരിയയിലേക്ക് എന്ത് ചെയ്യുന്ന ഒരു എക്സിറ്റും ഉണ്ട്. ഇതാണ് പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ എന്ന് പറയുന്നത്. അതിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തിരിക്കണം. ഫങ്ഷണൽ ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് പിന്നെ അതിന്റെ സൈസ് എത്രയാണ് അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ആംപിൾ പാർക്കിംഗ് ഏരിയ വിത്ത് എ കവേർഡ് ഏരിയ ഓഫ് എബൌട്ട് ഡാഷ് മീറ്റർ സ്ക്വയർ. എത്രയാ? 18 മീറ്റർ സ്ക്വയർ ആണ്. അത് രണ്ടും അതിൽ നിന്ന് നോട്ട് ചെയ്തിട്ട് ഓക്കെ. കവർ ചെയ്തേക്കുന്ന എന്തിനാ? ബോഡീനെ വെറ്റ് വെതറിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്തത് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്തുള്ള ഏരിയയിലേക്ക് എന്താ സ്ക്രീനിങ് കൊടുത്തിട്ടുണ്ട്, ഒരു മറ പോലെ കൊടുത്തിട്ടുണ്ട്. ഇനി ആ മെയിൻ ആയിട്ടുള്ള കവേർഡ് ഏരിയ അത് ഒരു സെക്കൻഡറി റോഡ് ഈ പാർക്കിംഗ് ഏരിയയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു എക്സിറ്റും കൊടുത്തിട്ടുണ്ട്, ഒരു വഴിയും ഉണ്ട്. ഓക്കെ. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതുപോലെ തന്നെ നമുക്ക് ഒരു എൻട്രൻസിൽ ഒരു പാർക്കിംഗ് ഏരിയ വേണം. ആംബുലൻസ് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് എൻട്രൻസിൽ ഒരു സുഗമമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ വേണം. ഇത് കവർ ചെയ്തിരിക്കണം. പാർക്കിംഗ് ഏരിയ കവർ ചെയ്തിരിക്കണം. 18 മീറ്റർ സ്ക്വയർഡ് കവേർഡ് ഏരിയ ആയിരിക്കണം. അഡ്ജസന്റ് ഏരിയയിലേക്ക് ഒരു സ്ക്രീനിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ എക്സിറ്റ് സെക്കൻഡറി റോഡിലേക്ക് ഒരു എക്സിറ്റും ഒരു വഴിയും ഉണ്ട്. ഓക്കെ. ഇനി അടുത്തതാണ് അടുത്ത ഫങ്ഷണൽ ഏരിയ എന്ന് പറഞ്ഞാൽ റിസപ്ഷൻ ആണ്. റിസപ്ഷൻ ഇതും എക്സാമിന് ചോദിക്കാറുണ്ട്, അത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത ദ പ്ലേസ് വെയർ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ തരുമോ. ഇപ്പോ നമുക്ക് ഇത് എന്താ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ടോ? എക്സാം ഒക്കെ കഴിഞ്ഞതിന്റെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്തിട്ടായിരുന്നു നിങ്ങൾക്ക്? ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ ഈ ഒരു ചാപ്റ്റർ ഒരു 2 ചാപ്റ്റർ കൂടി ഉള്ളൂ. ഓക്കെ. അപ്പൊ 2 ചാപ്റ്റർ കൂടി ഉള്ളൂ. ഇപ്പൊ നമ്മള് ഇത് റിവിഷൻ പോലെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മള് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്ലാസ്സിൽ തന്നെ ചെയ്തു തരാം കേട്ടോ. ഈ നിങ്ങളുടെ പോർഷൻസ് ഒന്ന് തീരട്ടെ. ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫാർമസി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് റിവിഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ചെയ്തു തരാം കേട്ടോ. അല്ലെങ്കിൽ ഞാനൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് നമുക്ക് അങ്ങനെ എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ചോദിക്കാം കേട്ടോ അവിടെ. ക്ലാസ്സിൽ തന്നെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യിക്കാം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യിക്കാം. ഓക്കെ. പിന്നെ ഇപ്പൊ നമ്മൾ നോട്ട് ചെയ്തിടുന്നത് അണ്ടർലൈൻ ചെയ്തിടുന്നതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യനിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് നിങ്ങളോട് നോട്ട് ചെയ്തെടുക്കാൻ പറയുന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട് രണ്ടാമത്തെ റിസപ്ഷൻ ആണ്. എക്സാമിന് നിങ്ങൾ ചോദിക്കേണ്ട പ്ലേസ് വെയർ ദ ബോഡീസ് ആർ ഒബ്സർവ് ആൻഡ് ദ ഡോക്യുമെന്റ് എക്സാമിൻഡ്. ബോഡീസ് ഒബ്സർവ് ചെയ്യുക, അതേപോലെ ഡോക്യുമെന്റ്സ് ഒക്കെ എക്സാമിൻ ചെയ്യുന്ന പ്ലേസ്, അതാണ് റിസപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ മോർച്ചറിയിൽ എന്ത് വേണം? അവിടെ ഒരു റിസപ്ഷൻ വേണം. The place where bodies are observed and documents examined. ഓരോ ഡോക്യുമെന്റ്സുകൾ എക്സാമിൻ ചെയ്യാനായിട്ട് ഒരു റിസപ്ഷൻ ഏരിയ വേണം. It should be easily reachable and approachable. എളുപ്പത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നതും അപ്രോച്ചബിൾ സമീപിക്കാൻ പറ്റുന്നതും ആയിരിക്കണം. അപ്പൊ റിസപ്ഷൻ എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. The place where the bodies are observed and documents examined. ഏത് ഏരിയ? റിസപ്ഷൻ. ഏത് ഫങ്ഷണൽ ഏരിയ എന്ന് ചോദിക്കാം, റിസപ്ഷൻ ആണ്. ഓക്കെ. ഇനി അടുത്തത് മൂന്നാമത്തെ ട്രോളി ബേ. കേട്ടിട്ടുണ്ടോ ട്രോളി ബേ? ട്രോളി ബേ എന്ന് വെച്ചാൽ എന്താ? ട്രോളികളൊക്കെ ഇങ്ങനെ അടക്കി വെക്കുന്ന ഒരു ഇതാണ് ട്രോളി ബേ എന്ന് പറയുന്നത്. അതിനുള്ള ഒരു ലൊക്കേഷൻ ആണ്. ട്രോളീസ് ഒക്കെ സെക്യൂർ ആയിട്ട് ഓരോന്നും അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയാതെ എല്ലാ ട്രോളികളും ഒരുമിച്ച് സെക്യൂർ ആയിട്ട് വെക്കുന്ന ഒരു ലൊക്കേഷൻ ആണ് ട്രോളി ബേ എന്ന് പറയുന്നത്. എയർപോർട്ടില് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ട്രോളി ബേ കണ്ടിട്ടുണ്ടോ? ട്രോളികളെല്ലാം അടക്കി വെക്കാവുന്ന രീതിയിൽ
അങ്ങനെ വെക്കുന്ന ഒരു ഇത് മാളില് ശരിയാണ്. മാളുകളിലുണ്ട് അല്ലെ, ട്രോളീസ് ഒക്കെ സെക്യൂർ ചെയ്ത് വെക്കുന്നത്. അതാണ് ട്രോളി ബേ എന്ന് പറയുന്നത്. അവിടെ നോക്കിയേ, the proper space needed for trolley bay is 3 meters square. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, അണ്ടർലൈൻ ചെയ്തിട്ടോ. Proper space needed for trolley bay is 3 meters square. So, the trolley bay is used for the transportation of the dead bodies. എന്തിനാ trolley bay ഉപയോഗിക്കുന്നത്? Is used for the transportation of the dead body. Dead bodies transport ചെയ്യാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് trolley bay ഉപയോഗിക്കുന്നത്. അത് അണ്ടർലൈൻ ചെയ്തേ. The trolley is used for the transportation of the dead body. Trolley is used for transportation of the dead body. Dead bodies കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്താ? ട്രോളി. ഇനി ട്രോളികളെല്ലാം ഒരുമിച്ച് അടക്കി വെക്കുന്ന ആ ഒരു ലൊക്കേഷൻ, ഇതിനെയാണ് ട്രോളി ബേ എന്ന് പറയുന്നത്. ട്രോളി ബേ. ഇനി it should be within the reach of the reception. അതെവിടെയായിരിക്കണം? ഒരു റിസപ്ഷന്റെ പരിധിയിലായിരിക്കണം ഈ ട്രോളി ബേ എന്ന് പറയുന്നത്. റിസപ്ഷന്റെ പരിധിയിലായിരിക്കണം, റിസപ്ഷന്റെ പരിധിക്കുള്ളിലായിരിക്കണം ട്രോളി ബേ. 3 ഫംഗ്ഷനിൽ പറഞ്ഞു. പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ, രണ്ടാമത്തെയാണ് റിസപ്ഷൻ, മൂന്നാമത്തെ ട്രോളി ബേ. ക്ലിയർ ആയില്ലേ? ട്രോളി ബേ ട്രോളികളെല്ലാം അടക്കി വെക്കുന്ന ആ ലൊക്കേഷൻ, ആ ഒരു സ്ട്രക്ചർ, അതിനാണ് ട്രോളി ബേ എന്ന് പറയുന്നത്. ട്രോളി ബേ എന്തിനാ ഉപയോഗിക്കുന്നത്? ഇസ് യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ഡെഡ് ബോഡീസ്. ഡെഡ് ബോഡികൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് എന്തിന്റെ പരിധിയിലായിരിക്കണം? റിസപ്ഷന്റെ പരിധിയിലായിരിക്കണം. ഇനി അടുത്തതാണ് വെയിറ്റിംഗ് ഏരിയ. A waiting room of 15 meters square is suggested for the entry to visitors and relatives. അപ്പോ വിസിറ്റേഴ്സിന് റിലേറ്റീവ്സിന് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് ഒരു വെയിറ്റിംഗ് റൂം വേണം അല്ലെ. സപ്പോസ് നമ്മുടെ ഡെഡ് ബോഡിയൊക്കെ നമുക്ക് അതിന്റെ ഫോർമാലിറ്റീസ് കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് കിട്ടാനായിട്ട് അതുവരേക്കും നമ്മൾ മോർച്ചറിയുടെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലെ. നമുക്ക് ഹാൻഡോഗ്രാഫി ചെയ്യുന്ന സമയം വരെ പേപ്പറും കാര്യങ്ങളും ശരിയാക്കി പോസ്റ്റ്മോർട്ടം ഒക്കെയാണ് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് കിട്ടാൻ വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കേണ്ടി വരും. അപ്പൊ അവിടെ നമുക്ക് അത് മോർച്ചറിയുടെ അവിടെ വെയിറ്റിംഗ് ഏരിയ വേണം വെയിറ്റ് ചെയ്യാനായിട്ട്. വിസിറ്റേഴ്സിനും അവരുടെ റിലേറ്റീവ്സിനും ഒക്കെ വെയിറ്റ് ചെയ്യാം. അതിന്റെ സ്പേസ് എത്രയാണ്? 15 meters square. അതും നോട്ട് ചെയ്യാം കേട്ടോ. A waiting room for 15 meters square is suggested for the entry to visitors and relatives. അപ്പൊ വെയിറ്റിംഗ് ഏരിയ വേണം. ഇനി അടുത്ത ഫംഗ്ഷണൽ ഏരിയ ഏതാ നോക്കിയേ? സ്റ്റോറേജ് ചേംബർ. അഞ്ചാമത്തെ സ്റ്റോറേജ് ചേംബർ. സ്റ്റോറേജ് ചേംബർ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോറേജ് ചേംബർ ബോഡീസ് ഒക്കെ സ്റ്റോർ ചെയ്യണ്ടേ? എങ്ങനെയാ സ്റ്റോർ ചെയ്യുന്നേ? എങ്ങനെ വേണം? ടെമ്പറേച്ചർ, ലോ ടെമ്പറേച്ചറിൽ അല്ലെ. ലോ ടെമ്പറേച്ചർ റെഫ്രിജറേറ്റഡ് ക്യാബിനാണ് സ്റ്റോറേജ് ചേംബർ എന്ന് പറയുന്നത്. ഡെഡ് ബോഡീസ് ഒക്കെ കുറച്ച് ഫ്രീസർ കുറെ സമയത്തേക്ക് ബോഡി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ചീത്തയാവാതെ നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളതാണ് സ്റ്റോറേജ് ചേംബർ. ലോ ടെമ്പറേച്ചർ റെഫ്രിജറേറ്റഡ് ക്യാബിൻസ്, അതാണ് സ്റ്റോറേജ് ചേംബർ. അതിനകത്ത് മോർച്ചറിയിൽ നമ്മുടെ 2 ടൈപ്പ് സ്റ്റോറേജ് ചേംബറുകളാണ് ഉപയോഗിക്കുന്നത്. പോസിറ്റീവ് ടെമ്പറേച്ചർ സ്റ്റോറേജ് മോർച്ചറി കോൾഡ് ചേംബേഴ്സ് ഉണ്ട്, നെഗറ്റീവ് ടെമ്പറേച്ചർ മോർച്ചറിയിൽ കോൾഡ് ചേംബേഴ്സ് ഉണ്ട്. 2 ടൈപ്പ് ഉണ്ട് സ്റ്റോറേജ് ചേംബർ. പോസിറ്റീവ് ടെമ്പറേച്ചർ ഉണ്ട്, നെഗറ്റീവ് ടെമ്പറേച്ചർ ഉണ്ട്. നോക്കിയേ, എന്താണ് പോസിറ്റീവ് ടെമ്പറേച്ചർ? The bodies are kept between 2 degrees Celsius and 4 degrees Celsius. മിക്ക എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. ഇനി പോസിറ്റീവ് ടെമ്പറേച്ചർ called chamber, storage chamber, bodies are kept between dash degree Celsius. 3 ഡിഗ്രിയിലാണ് 2 degrees Celsius and 4 degrees Celsius between. 2 ഡിഗ്രി സെൽഷ്യസിലും 4 ഡിഗ്രിയിലും ഇടയ്ക്കായിരിക്കണം അവിടെ ബോഡീസ് കീപ്പ് ചെയ്യുന്നത്. അതാണ് പോസിറ്റീവ് ടെമ്പറേച്ചർ ഹോൾഡ് ചേംബർ. അണ്ടർലൈൻ ചെയ്ത ആ സെന്റൻസ്, ബോഡീസ് ആർ കെപ്റ്റ് ബിറ്റ്വീൻ 2 degrees Celsius and 4 degrees Celsius. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായോ?
In positive temperature cold chambers, the bodies are kept between dash. അങ്ങനെയാണ് തരാം. എന്നിട്ട് അവിടെ ഓപ്ഷൻസ് മാറ്റി കൊടുക്കാം. എത്ര ഡിഗ്രിക്ക് ആയിരിക്കണം? between 2 degrees Celsius and 4 degrees Celsius. അണ്ടർലൈൻ ചെയ്തോ? ഉറക്കം വരുന്നുണ്ടോ? ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ഇല്ല. അണ്ടർലൈൻ ചെയ്തോ? ചെയ്തില്ലേ? ഓക്കെ. ഇപ്പൊ പോസിറ്റീവ് ടെമ്പറേച്ചറിലെ ബോഡി എത്ര ഡിഗ്രിയിലാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടത്? എത്ര ഡിഗ്രിയാ? 2 degrees Celsius and 4 degree between. അതിന്റെ ഇടയിലായിരിക്കും, ആ ഒരു ടെമ്പറേച്ചറിലായിരിക്കും ബോഡി സൂക്ഷിക്കുന്നത്. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. റിപ്പീറ്റ് ചെയ്തോ പോസിറ്റീവോ നെഗറ്റീവോ മാറി മാറി ഈ ഒരു ഏരിയയിൽ ചോദിക്കാറുണ്ട്. നോട്ട് ചെയ്തിട്ടുണ്ട്. While this is usually used for keeping bodies for up to several weeks. എത്ര നാളത്തേക്കാ? ആഴ്ചകൾ. ബോഡി ഇങ്ങനെ ചീത്തയാവാതെ നമ്മൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പറുകൾ ഉപയോഗിക്കുന്നത്. ആഴ്ചകളോളം നമുക്ക് ബോഡിയൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ. ഇറ്റ് ഡസ് നോട്ട് പ്രിവെന്റ് ഡീകേ. ഇവിടെ പോസിറ്റീവ് ടെമ്പറേച്ചറിൽ എന്താ പറഞ്ഞേക്കുന്നത്? ആ ഡീകേ, ആ ബോഡി ജീർണിക്കുന്നത് പ്രിവെന്റ് ചെയ്യുന്നില്ല എന്ന്. അപ്പൊ കുറച്ചൊക്കെ എന്തെങ്കിലും ഇത് സംഭവിക്കാം. അതായത് ഡീകേ ആവാന്ന് വെച്ചാൽ എന്താ? നശിക്കുക അല്ലെങ്കിൽ ജീർണിക്കുക എന്നുള്ള മീനിങ്. അപ്പൊ എന്ത് ചെയ്യുന്നില്ല? അത് പ്രിവെന്റ് ചെയ്യുന്നില്ല, തടയുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് പ്രിവെന്റ് ഡീകേ. ഡീകേ ആവുന്നത് തടയുന്നില്ല. വിച്ച് കണ്ടിന്യൂസ് അറ്റ് എ സ്ലോവർ റേറ്റ് ദാൻ അറ്റ് റൂം ടെമ്പറേച്ചർ. എന്താ? റൂം ടെമ്പറേച്ചറിലും താഴ്ന്ന നിരക്കിലാണ് എന്ത് ചെയ്യുന്നത്? സ്ലോവർ റേറ്റ്, താഴ്ന്ന നിരക്കിലാണ് ഇവിടെ ബോഡീസ് കീപ്പ് ചെയ്ത് വെക്കുന്നത്. ആഴ്ചകള് ബോഡിയൊക്കെ സൂക്ഷിക്കാനായിട്ട് പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പറിൽ വെക്കാൻ പറ്റും. അവിടെ ബോഡി എത്രയിലാണ്? between 2 degrees Celsius and 4 degree. ഇതിന്റെ ഇടയിലായിരിക്കും ബോഡി കീപ്പ് ചെയ്യുന്നത്. ഇതെന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഡസ് നോട്ട് പ്രിവെന്റ് ഡീകേ. ഡീകേ ആവുന്നത് തടയുന്നില്ല. ഓക്കെ. ഇനി നോക്കി അടുത്തത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പേഴ്സ്. നെഗറ്റീവ് ടെമ്പറേച്ചർ cold chamber, bodies are kept between -50 degrees Celsius and -25 degree. ഡീകേ എന്ന് വെച്ചാൽ ജീർണിക്കുക, അഴുകുക, ചീത്തയാവുക എന്നുള്ള മീനിങ് കേട്ടോ. നശിക്കുക ഏതെങ്കിലും എഴുതിയാൽ മതി. ജീർണിക്കുക, നശിക്കുക, അതാണ് ഡീകേ. അപ്പൊ അതെന്ന് വെച്ചാൽ പോസിറ്റീവ് ടെമ്പറേച്ചറിൽ ബോഡി ചീത്തയാകുന്നത് തടയുന്നില്ല. ഡസ് നോട്ട് പ്രിവെന്റ് ചെയ്യുന്നില്ല എന്നാ പറയുന്നത്. It does not prevent decay. ഇനി അടുത്ത നോക്കിയേ, നെഗറ്റീവ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അവിടെ ബോഡി എത്ര ഡിഗ്രിക്ക് ഇടയില്ല? -50 degrees Celsius and -25. അവിടെ മൈനസ് ഇല്ല കേട്ടോ. എല്ലാവരും ആ ടെക്സ്റ്റില് ഒന്ന് അവിടെ നോട്ട് ചെയ്തിട്ട് -25 തന്നെയാണ് കേട്ടോ. അവിടെ മൈനസ് ഇല്ല എന്നുള്ളൂ. -50 degrees Celsius and -25 degrees Celsius. അതിന്റെ ഇടയിലാണ് ബോഡി കീപ്പ് ചെയ്യുന്നത്. അപ്പൊ നോക്കിയേ, വളരെ ഫ്രീസ് ചെയ്തിട്ടല്ല അവിടെ ബോഡി വെക്കുന്നത്. -ഡിഗ്രിയാണ്. -50 ഡിഗ്രിക്കും -25 ഡിഗ്രിക്കും ഇടയിലാണ് ബോഡി കീപ്പ് ചെയ്യുന്നത്. ഇതും ചോദിക്കാം കേട്ടോ. ഇൻ നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പേഴ്സ്, ബോഡീസ് ആർ കെപ്റ്റ് ബിറ്റ്വീൻ ഡാഷ് ഡിഗ്രി സെൽഷ്യസ്. -50 degrees Celsius and -25 degrees Celsius. അതിന്റെ ഇടയിലായിരിക്കും ബോഡി കീപ്പ് ചെയ്യുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗൾഫിലൊക്കെ മരിച്ചിട്ട് നമ്മൾ ബോഡി നാട്ടിലേക്ക് എത്തിക്കാനായിട്ട് കുറച്ചധികം ദിവസങ്ങളൊക്കെ വേണ്ടി വരുമൊക്കെ ആണെങ്കിൽ മാസങ്ങളോളം ഈ ബോഡിയൊക്കെ വീട്ടിൽ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലൊക്കെയാണ് ഈ നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പർ ഉപയോഗിക്കുന്നത്. നമുക്ക് കുറച്ചധികം നാള് ബോഡി ചീത്തയാവാതെ സൂക്ഷിക്കണമെങ്കിൽ, ഫ്രീസ് ചെയ്യണമെങ്കിലാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പർ ഉപയോഗിക്കുന്നത്. പിന്നെ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്, മെഡിക്കൽ സ്റ്റുഡൻസിനൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ബോഡി കീപ്പ് ചെയ്യണമെങ്കിലൊക്കെ ഇതിനെ ഏതാണ് ഈ നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പറിൽ ബോഡി സൂക്ഷിച്ചിരിക്കാൻ പറ്റും. യൂഷ്വലി യൂസ്ഡ് അറ്റ് ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകാര് particularly when their body has been identified. ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകാര് എന്താണ് അവർ ബോഡിയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ കേസിന്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ബോഡി ഐഡന്റിഫൈ ചെയ്യാനൊക്കെ സൂക്ഷിച്ചു വെക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പറിൽ ബോഡി കീപ്പ് ചെയ്യും. At this temperature, the body is completely frozen.
FROZEN, ഫ്രോസൻ എന്ന് വെച്ചാൽ മരവിക്കുക. എഴുതി വെച്ച അവിടെ ഫ്രോസൻ, മരവിക്കുക. ഫ്രോസൻ ആൻഡ് decay is totally stopped. അപ്പൊ നെഗറ്റീവ് ടെമ്പറേച്ചറിൽ എന്താ പറഞ്ഞേക്കുന്നത്? ബോഡി ഈസ് കംപ്ലീറ്റ്ലി ഫ്രോസൺ. അപ്പൊ ബോഡി പൂർണ്ണമായിട്ടും മരവിച്ചിരിക്കും. ഐസ് പോലെ ഇരിക്കും ബോഡി. ബോഡി പൂർണ്ണമായിട്ടും അവിടെ മരവിച്ചിരിക്കും. ആൻഡ് decay is totally stopped. decay എന്താ? ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യും. നമ്മള് ഇത് നമ്മുടെ ഫ്രിഡ്ജില് നമ്മൾ ഫ്രീസറിൽ വെക്കണതും താഴെ വെക്കണതും വ്യത്യാസമില്ലേ? ഇല്ലേ? ഇല്ലേ? ഫ്രീസറിൽ വെക്കണതും താഴെ വെക്കണതും വ്യത്യാസമില്ലേ? ആ ടെമ്പറേച്ചർ വ്യത്യാസം ഇല്ലേ? ഫ്രീസറിലാണെങ്കിൽ നമുക്ക് ഒട്ടും ചീത്തയാവില്ല അല്ലെ? ആഴ്ചകൾ വേണമെങ്കിൽ ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ വെട്ടി ഇപ്പൊ മീനൊക്കെ ആണെങ്കിലും നമ്മൾ വേവിച്ചൊക്കെ അങ്ങനെ എല്ലാവരും ചെയ്യുന്നല്ല കേട്ടോ. എങ്കിലുമൊക്കെ ചിലവരൊക്കെ ആണെങ്കിലും നമുക്ക് കൂടുതൽ അധികം നാള് നമുക്ക് കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഫ്രീസറിലേക്ക് എടുത്തു വെക്കും അല്ലെ? ഇന്നോ നാളെയൊക്കെ എടുക്കാനാണെങ്കിൽ നമുക്ക് താഴെ വെച്ചാലും മതി. ഒരു ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് അത് നമുക്ക് താഴെ വെച്ചാലും മതി. പക്ഷെ ചിലപ്പോ ഇങ്ങനെ നമ്മൾ കുറച്ചധികം ദിവസം താഴെ വെക്കുകയാണെങ്കിൽ അത് ചീത്തയാവും അല്ലെ? ഭക്ഷണ സാധനങ്ങൾ ചീത്തയാവാറില്ലേ? ഇല്ലേ? താഴെ വെക്കണ ഫ്രീസറിലല്ലാതെ താഴെ വെക്കുകയാണെങ്കിൽ കുറച്ചധികം ദിവസം വെക്കുമ്പോ ചീത്തയായി പോകും അല്ലെ? അപ്പൊ അത് ചീത്തയാവുന്നത് പൂർണ്ണമായിട്ടും അവിടെ നമുക്ക് പ്രിവെന്റ് ചെയ്യുന്നില്ല. അത് എന്നാൽ ഫ്രീസറിലാണെങ്കിലോ നമ്മൾ അത്രയും ഫ്രീസ് ചെയ്തിട്ടാണ്, അവിടെ ടെമ്പറേച്ചർ കുറവാണ് അല്ലെ? അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ നാളുകൾ തന്നെ അവിടെ ചീത്തയാവാതെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് പോസിറ്റീവ് ടെമ്പറേച്ചർ, നെഗറ്റീവ് ടെമ്പറേച്ചർ. ഫ്രീസർ പോലെ തന്നെയാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ. അവിടെ -50 ഡിഗ്രി സെൽഷ്യസിനും -25 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് ബോഡി സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പൊ കുറെ നാളുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബോഡി അഴുകാതെ ജീർണിക്കാതെ നമുക്ക് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ പറ്റും. ചീത്തയാവാതെ ഇരിക്കാൻ പറ്റും. അവിടെ എന്താ? ബോഡി പൂർണ്ണമായിട്ടും മരവിപ്പിക്കുക ചെയ്യുന്നത്. അപ്പൊ ഫുൾ ഐസ് പോലെ തന്നെ ഇരിക്കും. അപ്പൊ ഡീക്കേഡ് ചെയ്യുന്നത് ഫുള്ളായിട്ട് സ്റ്റോപ്പ് ആവും. ഓക്കെ, ഇനി അടുത്തതാണ് പോസ്റ്റ്. അപ്പൊ അതിന്റെ രണ്ടെണ്ണം നിങ്ങൾ അടയാളപ്പെടുത്തി വെച്ചിരുന്നു, അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ? ആ ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത് നോക്കിയില്ലേ? എല്ലാവരും നോക്കി വെക്കാം കേട്ടോ. പിന്നെ അത് ലാസ്റ്റ് സെന്റൻസ് കൂടി നോക്കിയോ? ഈ നെഗറ്റീവ് ടെമ്പറേച്ചറിലാണെങ്കിൽ ബോഡി പൂർണ്ണമായിട്ടും ഫ്രീസ് ചെയ്യും. ഫ്രോസൺ ആൻഡ് decay is totally stopped. മൊത്തത്തിൽ ഡിക്കേ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു? തടയും. കുറെ നാളുകൾ ഇരുന്നാലും ബോഡി അങ്ങനെ തന്നെ ഇരിക്കും. ഒരു ചീർന്നിട്ടോ അഴുക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇനി അടുത്തതാണ് പോസ്റ്റ്മോർട്ടം റൂം. പിന്നെ അടുത്തത് അതിന്റെ ഫങ്ഷണൽ ഏരിയയിൽ വരുന്നതാണ് പോസ്റ്റ്മോർട്ടം റൂം. എന്തിനാ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അല്ലെ? ബോഡീസ് പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട്. The postmortem room is treated to like an operation theatre in all technically. ടെക്നിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം റൂം എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേഷൻ തിയേറ്റർ പോലെ തന്നെയാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ എന്താ വ്യത്യാസം? പെട്ടെന്ന് പറഞ്ഞേ, എന്താ വ്യത്യാസം? പോസ്റ്റ്മോർട്ടം റൂമും ഓപ്പറേഷൻ തിയേറ്ററും ടെക്നിക്കലി പറയുകയാണെങ്കിൽ രണ്ടും ഒരുപോലെ തന്നെയാണ്. എന്താ? പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ എന്താ? ബോഡി കീറി മുറിക്കുന്നു. ഓപ്പറേഷൻ ചെയ്യുമ്പോഴും ഓക്കെ, ഡിഫറൻസ് ഇവിടെ എഴുതിയുണ്ട്, ലൈൻ പറഞ്ഞിട്ട് എഴുതുന്നത് അല്ലെ? നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ജീവനുള്ള ശരീരമാണ് കീറി മുറിക്കുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റൂമിലാണെങ്കിൽ ഡെഡ് ബോഡിയാണ് കീറി മുറിക്കുന്നത് അല്ലെ? അപ്പൊ അത് ശരിക്കും എന്താ പറയാ? ടെക്നിക്കലി രണ്ടും സെയിം ആണ്. രണ്ടിലും സർജറി ചെയ്യുന്നത് അല്ലെ? ബോഡി സർജറി ചെയ്യുന്നത്. ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ, ഇനി നോക്കി ഇവിടെ ഒരു ഡിഫറൻസ് എന്താ? ഇത് ഉദ്ദേശിച്ചിട്ടാണോ ഇത് നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ടെക്നിക്കലി ചെയ്യുക എന്ന് പറയുന്നത്. രണ്ടിലും എന്ത് ചെയ്യുക? ബോഡി കീറി മുറിക്കുക ചെയ്യുന്നത്. ബോഡിയല്ല വരുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ ജീവനുള്ള ആളുടെ ശരീരം നമ്മൾ എന്താണ് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കീറുന്നു. അവിടെ മരിച്ച ആളുടെ ബോഡി നമ്മൾ എന്തിനാണ് ഇതുകൊണ്ടാണ് മരിച്ചതെന്നൊക്കെ പറഞ്ഞ കാരണം കണ്ടുപിടിക്കുന്ന എന്നുള്ള ആവശ്യത്തിന് വേണ്ടി ബോഡി എക്സാമിൻ ചെയ്തു, കീറി പരിശോധിക്കുന്നു. ഓക്കെ, ഇനി അതിന്റെ ഡിഫറൻസ് പറഞ്ഞേക്ക് നോക്കിയേ. ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മോർച്ചറി ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ഈസ് ദാറ്റ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ അറ്റ്മോസ്റ്റ് കെയർ ഈസ് റിക്വയർഡ്. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതീവ കൂടുതൽ അങ്ങേയറ്റം എന്നുള്ളതാട്ടോ. കൂടുതൽ ശ്രദ്ധ വേണം ഓപ്പറേഷൻ തിയേറ്ററിൽ. Utmost care is required to avoid എന്ന് പറഞ്ഞാൽ prevent, തടയുക എന്നുള്ള മീനിങ്. prevent outside infection that enters inside. കണ്ടോ? ഓപ്പറേഷൻ തിയേറ്ററിൽ എന്താ ഒരു ഇത് പറയുന്ന ഡിഫറൻസ് പറയുന്നത്?
A major difference between the operation theater and mortuary. Operation theaterലാണ് നമുക്ക് എന്താ ഈ പുറത്തു നിന്നുള്ള ഇൻഫെക്ഷൻ അകത്തേക്ക് കടക്കാതെ നമ്മൾ അതീവ ശ്രദ്ധ കൊടുക്കണം അല്ലെ. ഒരു ജീവനുള്ള ആളുടെ ശരീരമാണ് അവിടെ കീറി മറിക്കുന്നത്. അപ്പൊ ഇൻഫെക്ഷൻസ് പുറത്തു നിന്നുള്ള ഇൻഫെക്ഷൻ ഒക്കെ അയാളുടെ ബോഡിയിലേക്ക് അയാളുടെ ദേഹത്തേക്ക് ഒക്കെ വരാതിരിക്കാൻ, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്തേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. പുറത്തു നിന്നുള്ള ഇൻഫെക്ഷൻ അകത്തേക്ക് കയറാതെ ഓപ്പറേഷൻ തിയേറ്ററിൽ ശ്രദ്ധിക്കണം. എന്നാൽ മോർച്ചറിയിലോ and mortuary is needed to make sure that inside infection does not spread outside. എന്നാൽ മോർച്ചറിയിലാണെങ്കിലോ അകത്ത് അവിടെ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവും അല്ലേ. മരിച്ച ബോഡി അല്ലേ, ഡെഡ് ബോഡി അല്ലേ. അപ്പൊ അതിൽ നിന്നുള്ള ഇൻഫെക്ഷൻ കാര്യങ്ങളും പുറത്തേക്ക് ആവാതെ ശ്രദ്ധിക്കണം. അതിന് അങ്ങേയറ്റം ശ്രദ്ധ എടുക്കണം. മനസ്സിലായില്ല ഡിഫറൻസ്? ഓപ്പറേഷൻ തിയേറ്ററില് പുറത്തുനിന്നുള്ള ഇൻഫെക്ഷൻ അകത്തേക്ക് കയറാതെ ശ്രദ്ധിക്കണം. എന്നാല് മോർച്ചറിയില് അകത്തുനിന്നുള്ള ഇൻഫെക്ഷൻ പുറത്തേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി അടുത്തതാണ് ഓഫീസ് റൂം ഫോർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് പ്രോസസിങ്. നമ്മളിങ്ങനെ എന്താ റെക്കോർഡുകൾ, ഇപ്പൊ നമ്മള് ഡെഡ് ബോഡി, പോസ്റ്റ്മോർട്ടം കാര്യങ്ങള്, അതിന്റെ ഇതെല്ലാം റെക്കോർഡുകൾ, ഓരോ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് ഒരു എന്ത് വേണം? ഒരു ഓഫീസ് റൂം വേണം. റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് പ്രോസസിങ് ഓഫീസ് റൂം വേണം. പിന്നെ ഡോക്ടറിന് ഇരിക്കാന് ഡോക്ടർ റൂം വേണം. പിന്നെ സ്റ്റോർ റൂം സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട്, അതായത് എക്യുപ്മെന്റ്സുകൾ നമ്മുടെ മോർച്ചറിയില് നമ്മളൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകള്, പിന്നെ അതുപോലെ തന്നെ സ്പിരിറ്റൊക്കെ ബോഡിയൊക്കെ ഇങ്ങനെ ചെയ്യാവാതൊക്കെ നമ്മള് സ്പിരിറ്റൊക്കെ തേക്കുമല്ലോ ബോഡിയിലൊക്കെ. അത് അതിന് വേണ്ടി പഞ്ഞി, തുണി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാനായിട്ടുള്ള സ്റ്റോർ റൂം വേണം. പിന്നെ റൂം ഫോർ ടെക്നീഷ്യൻ ആൻഡ് അസിസ്റ്റന്റ്, ടെക്നീഷ്യനും അസിസ്റ്റന്റുമാർക്കൊക്കെ ഇരിക്കാനുള്ള റൂം വേണം. പിന്നെ ചേഞ്ചിങ് റൂം വേണം, ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാന് ചേഞ്ചിങ് റൂം വേണം. പിന്നെ അവിടുത്തെ സ്റ്റാഫിനൊക്കെ ടോയ്ലറ്റിലൊക്കെ പോകണല്ലോ, ടോയ്ലറ്റ് ഫെസിലിറ്റി വേണം, ടോയ്ലറ്റ് വേണം. ഇത്രയും ഒക്കെ നമ്മുടെ മോർച്ചറിയുടെ ഫങ്ഷണൽ ഏരിയാസിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, ഏതൊക്കെയാ പറഞ്ഞ? 12 എണ്ണമുണ്ട്. ആദ്യം ഇത് കവേർഡ് പോർട്ടിക്കോ, റിസപ്ഷൻ, പിന്നെ ട്രോളി ബേ, വെയിറ്റിംഗ് ഏരിയ, പിന്നെ കോൾഡ് ചേംബർ, സ്റ്റോറേജ് ചേംബർ, പിന്നെ അടുത്തത് ഓഫീസ് റൂം ഫോർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് പ്രോസസിംഗ്, ഡോക്ടേഴ്സ് റൂം, സ്റ്റോർ റൂം, റൂം ഫോർ ടെക്നീഷ്യൻ ആൻഡ് അസിസ്റ്റന്റ്, ചേഞ്ചിങ് റൂം, ടോയ്ലറ്റ്സ്. ഓക്കെ, ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഫങ്ഷണൽ ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത പേരുകൾ പഠിച്ചു വെക്കുക. പിന്നെ നമ്മൾ 1-2 കാര്യങ്ങൾ അതിന്റെ ഉള്ളിൽ നോട്ട് ചെയ്തിട്ടത് അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇനി നമ്മുടെ നെക്സ്റ്റ് നോക്കുന്ന ടൈപ്സ് ഓഫ് മോർച്ചറിയാണ്. പല തരത്തിലുള്ള മോർച്ചറികൾ ഉണ്ട്. ഇതിൽ ഫസ്റ്റ് ആണ് വെയിറ്റിംഗ് മോർച്ചറി. Types of mortuaries. Waiting mortuary. Okay. A waiting mortuary is a mortuary building planned specifically for the purpose affirming. Affirming എന്ന് വെച്ചാൽ ഉറപ്പിക്കുക, affirming that deceased person are truly dead. Deceased person എന്ന് പറഞ്ഞാൽ മരണമടഞ്ഞ ആളുകൾ അല്ലെ, മരിച്ച വ്യക്തികള് ഡിസീസ്ഡ് പേഴ്സൺ ആർ ട്രൂലി ഡെഡ്, ശരിയായിട്ട് മരിച്ചു എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മോർച്ചറി ആണ്, ബിൽഡിംഗ് ആണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്, ഡാഷ് ഇട്ട് ചോദിക്കാം കേട്ടോ. ഡാഷ് ഈസ് എ മോർച്ചറി ബിൽഡിംഗ് പ്ലാൻഡ് സ്പെസിഫിക്കലി ഫോർ ദ പർപ്പസ് അഫർമിംഗ് ദാറ്റ് ഡിസീസ്ഡ് പേഴ്സൺ ആർ ട്രൂലി ഡെഡ്. ഇതാണ് വെയിറ്റിംഗ് മോർച്ചറി. Okay, waiting mortuary is a mortuary building plant. ഇതൊരു മോർച്ചറി ബിൽഡിംഗ് ആണ്. എന്തിനു വേണ്ടിയുള്ളതാ? പ്ലാന്റ് സ്പെസിഫിക്കലി ഫോർ ദ പർപ്പസ്. എന്തുദ്ദേശത്തിനാ? അഫർമിംഗ് ദാറ്റ് ദ ഡിസീസ്ഡ് പേഴ്സൺ ആർ ട്രൂലി ഡെഡ്. മരിച്ച വ്യക്തികള് യഥാർത്ഥത്തിൽ മരിച്ചു എന്ന് ഉറപ്പാക്കുന്നത് വരെ ബോഡി സൂക്ഷിച്ചു വെക്കാനുള്ള അതിനു വേണ്ടി പ്ലാൻ ചെയ്ത ഒരു മോർച്ചറി ബിൽഡിംഗ് ആണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. അടുത്തൊരു പോയിന്റ് കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ബിഫോർ ദ എമർജൻസ് ഓഫ് മോഡേൺ മെത്തേഡ് ഓഫ് വെരിഫൈയിങ് ഡെത്ത്, പീപ്പിൾ ഫീൽ ദാറ്റ് they would be buried alive.
ഓക്കെ, നമ്മളിപ്പോ എങ്ങനെയാ മരിച്ചു കഴിഞ്ഞാൽ, വീട്ടിലാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ ഡെത്ത് കൺഫേം ചെയ്യുന്നത്? എങ്ങനെയാ കൺഫേം ചെയ്യാം? വീട്ടിലിപ്പോ വീട്ടിൽ കിടന്ന ഒരാൾ മരിച്ചു, അപ്പൊ അയാൾ മരിച്ചോന്ന് നമുക്ക് ഉറപ്പാക്കണ്ടേ? എങ്ങനെയാ? എന്ത് ചെയ്യും? ഡോക്ടറിനെ വിളിക്കും അല്ലെ? ഓക്കെ, ഡോക്ടറിനെ വിളിക്കുക. അല്ലാതെ നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതാവില്ല. അപ്പൊ എന്താ, ഡോക്ടറിനെ വിളിക്കും. ഡോക്ടർ വന്നും അവരുടെ പൾസ് നോക്കും അല്ലെ? കയ്യിൽ പിടിച്ച് നോക്കും, ബീറ്റ് ചെയ്യുന്നുണ്ടോ, പൾസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഡോക്ടറാണ് കൺഫേം ചെയ്യുന്നത്. എന്നാൽ പണ്ട് കാലങ്ങളില് ഇങ്ങനെ ഡോക്ടർ വന്ന് നോക്കി കൺഫേം ചെയ്യണൊന്നുമില്ല. മോഡേൺ മെത്തേഡ് ഓഫ് വെരിഫൈഡ് ഡെത്ത്, ഇപ്പത്തെ ഡെത്ത് സ്ഥിരീകരിക്കാനുള്ള മെത്തേഡ് ഒന്നും ഇല്ല. അപ്പൊ പണ്ട് കാലങ്ങളിൽ ആളുകൾക്ക് അപ്പൊ പേടിയായിരുന്നു, അവരും ജീവനോട് കൂടി കുഴിച്ചിടും. ഡെത്ത് ശരിക്കും മരിച്ചോന്നേ ഒന്ന് ഉറപ്പിക്കണ്ടേ? നോക്കി ആ സെക്കൻഡ് പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? ബിഫോർ ദ എമർജൻസ് ഓഫ് മോഡേൺ മെത്തേഡ് ഓഫ് വെരിഫൈയിങ് ഡെത്ത്. ഇപ്പൊ ആധുനിക രീതിയിലുള്ള ആ മരണം സ്ഥിരീകരിക്കുന്നതിന് മുൻപ്, അതാ വരുന്നതിന് മുന്നേ ആളുകൾ എന്ത് ചെയ്തിരുന്നു? പീപ്പിൾ ഫിയർഡ്, ആളുകൾ പേടിപ്പെട്ടിരുന്നു. എന്താ? അവരെ ജീവനോടുകൂടി കുഴിച്ചിടുമെന്ന്, ബെറി ചെയ്യുമെന്ന് അവർ പേടിച്ചിരുന്നു. അപ്പൊ ഈ പേടി കുറയ്ക്കുന്നതിന് വേണ്ടി, അപ്പൊ ആളുകൾക്ക് പേടിയാണ്, അയ്യോ ശരിക്കും മറ്റേക്കായി മുന്നേ കുഴിച്ചിടോ എന്നുള്ളത് ഒരു പേടിയില്ലായിരുന്നു. ലെസൺ എന്ന് വെച്ചാൽ എന്താ? കുറയ്ക്കുക, റെഡ്യൂസ്. അപ്പൊ അവർക്ക് ആ പേടി കുറയ്ക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? ദ ലൈക്ലി ഡിസീസ് ടു ബെയർ ഹൗസ് ഫോർ എ ടൈം ഇൻ വെയിറ്റിംഗ് മോർച്ചറി. അപ്പൊ അവർക്ക് ആ പേടി, അവർക്ക് അങ്ങനെ പേടി വന്നപ്പോ അവർക്ക് ആ പേടി കുറയ്ക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? മരിച്ച ആളുകളില്ലേ, മരിച്ച ആളുകളെ എന്ത് ചെയ്യുന്നു? വെയിറ്റിംഗ് മോർച്ചറിയിലേക്ക് മാറ്റും. മരിച്ച ആളുകൾ, അതാണ് ലൈറ്റ്ലി ഡിസീസ് എന്ന് പറഞ്ഞത്. അപ്പൊ മരിച്ച ആളുകളെ എന്ത് ചെയ്യുന്നു? ഹൗസ്ഹോൾഡ് ഫോർ എ ടൈം ഇൻ വെയിറ്റിംഗ് മോർച്ചറി, വെയിറ്റിംഗ് മോർച്ചറിയിലേക്ക് അവരെ മാറ്റും. വേണ്ട അറ്റൻഡൻസ്, അവിടെ അറ്റൻഡർമാർ എന്ത് ചെയ്യുന്നു? ഗുഡ് വാച്ച് ഫോർ സൈൻ ഓഫ് ലൈഫ്. അപ്പൊ ജീവന്റെ എന്തെങ്കിലും സൈൻ ഉണ്ടോ, എന്തെങ്കിലും അടയാളം ഉണ്ടോ എന്നൊക്കെ വാച്ച് ചെയ്യാൻ അറ്റൻഡർമാര് എന്ത് ചെയ്യുന്നു? ആ ബോഡി വാച്ച് ചെയ്യും. എന്തെങ്കിലും ജീവന്റെ ഒരു അംശമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അനക്കമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി അവിടെ വാച്ച് ചെയ്യും. ജീവന്റെ അടയാളം ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവരെ നിരീക്ഷിക്കും, ആ ഡെഡ് ബോഡി നിരീക്ഷിക്കും. ഇനി നോക്കിയേ, the corpse would be allowed to decompose partially prior to burial. Burial എന്നാണ് കേട്ടോ, BURIAL ഒന്ന് കറക്റ്റ് ചെയ്തത്. burial, burial, ലാസ്റ്റ് നാലാമത്തെ പോയിന്റിന്റെ ലാസ്റ്റ് വേർഡ് burial, BURIAL. നോക്കിയേ, the corpse, corpse എന്ന് പറഞ്ഞാ ശവശരീരം, corpse, CORPSES, corpse, ശവശരീരങ്ങൾ would be allowed to decompose partially, പകുതി ജീവിക്കാൻ അനുവദിക്കുന്നു. prior to burial, ബെറിയൽ, അവരെ കുഴിച്ചിടുന്നതിന് മുന്നേ അല്ലെങ്കിൽ സംസ്കരിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യുന്നു? പകുതി ആ ബോഡി ഡീകമ്പോസ് ചെയ്യാൻ അനുവദിക്കുന്നു. അതായത് അവര് എന്ത് ചെയ്യുന്ന, മരിച്ചു കഴിഞ്ഞാൽ വെയിറ്റിംഗ് മോർച്ചറിയിലേക്ക് മാറ്റും. അപ്പൊ അവിടെ അറ്റൻഡന്മാര് എന്തെങ്കിലും ജീവന്റെ ലൈഫ് ഉണ്ടോ, ലൈഫ് ആ ഒരു ജീവന്റെ ഒരു അടയാളം, അതിന്റെ എന്തെങ്കിലും സൈൻ ഉണ്ടോ, ലൈഫിന്റെ എന്തെങ്കിലും ഒരു സൈൻ ഉണ്ടോ എന്ന് അവിടെ നിരീക്ഷിക്കും. അങ്ങനെ 2-3 ദിവസമൊക്കെ ഇങ്ങനെ ആ ബോഡി അങ്ങനെ വെച്ചപ്പോ അതൊക്കെ ഒന്നും ചെയ്തില്ലെങ്കിൽ തുടങ്ങൂലേ, ചെറിയ സ്മെല്ലൊക്കെ വരാൻ തുടങ്ങൂലേ, അത് പാർഷ്യലി പകുതി ഒന്ന് ഡീകമ്പോസ് ചെയ്യാൻ തുടങ്ങും. അതിനുശേഷമാണ് എന്ത് ചെയ്യുള്ളൂ? അവരെ സംസ്കരിക്കുള്ളൂ. എന്താണ്? The corpse would be allowed to decompose partially prior to burial. അവരെ സംസ്കരിക്കുന്നതിന് മുന്നേ ബോഡി പകുതി ജീവിക്കാനായിട്ട് അനുവദിക്കും. മനസ്സിലായോ? അപ്പൊ അതിനൊക്കെ വേണ്ടി എന്താണ് ആ ബോഡി നമ്മൾ മാറ്റുന്ന ഒരു പ്ലേസ്, അതാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. ഓക്കെ, വെയിറ്റിംഗ് മോർച്ചറി. അപ്പൊ ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തില്ലേ? ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തില്ലേ? ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്തെടുത്തേക്കാം കേട്ടോ. ക്ലിയർ ആയോ? വെയിറ്റിംഗ് മോർച്ചറി എന്താണ്? ഒരു ഐഡിയ കിട്ടിയില്ലേ? അപ്പൊ അങ്ങനെ 2 ദിവസമൊക്കെ 3-4 ദിവസമൊക്കെ അറ്റൻഡന്മാർ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും ബോഡി. അപ്പൊ അപ്പത്തേക്കും എന്ത് ചെയ്യുന്നു? ബോഡി പകുതി ഒരു പാർഷ്യലി ഡീകമ്പോസ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് അവരെടുത്തിട്ട് സംസ്കാര കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പൊ അതുവരേക്ക് ബോഡി വെയിറ്റിംഗ് മോർച്ചറിയിൽ വെക്കും.
ഇനി അടുത്തതാണ് രണ്ടാമത്തെ type of mortuary, hospital mortuary. Hospital mortuary. A hospital mortuary is situated within a hospital or a care center or a hospice or retirement home. അപ്പൊ അതിന്റെ ഉള്ളിലൊക്കെ വരുന്നതാണ് ഹോസ്പിറ്റൽ മോർച്ചറി. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വരുന്നത് അതേ കെയർ സെന്റർ, ഹോസ്പിസ് പഠിച്ചിട്ടില്ല നേരത്തെ ഹോസ്പിസ് സെന്റേഴ്സ്, ട്രീറ്റ്മെന്റിന്റെ ഒപ്പം തന്നെ എന്റർടൈൻമെന്റ് കൊടുക്കുന്നത് ഹോസ്പിസ് സെന്ററുകൾ, റിട്ടയർമെന്റ് ഹോം, അതിന്റെ ഒപ്പം ഉള്ളിൽ വരുന്നതാണ് ഹോസ്പിറ്റൽ മോർച്ചറി. It employs salaried personnel called mortuary disinfection service agent or mortician. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഹോസ്പിറ്റൽ മോർച്ചറിയിലുള്ള അവിടെ ജോലി ചെയ്യുന്ന സാലറീഡ് പേഴ്സൺ പറയുന്ന പേരെന്താ? മോർച്ചറി ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ്, അല്ലെങ്കിൽ പറയുന്ന പേരേതാ? മോർട്ടീഷ്യൻ. മോർട്ടീഷ്യൻ അണ്ടർലൈൻ ചെയ്തോട്ടോ അത്. അപ്പൊ അവിടെ നമുക്ക് ചോദിക്കാം ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് ഏത് മോർച്ചറിയാണ്? ഏതാണ്? ഹോസ്പിറ്റൽ മോർച്ചറിയാണ്. ഡാഷ് ഈസ് സിറ്റുവേറ്റഡ്, ഡാഷ് മോർച്ചറി, വിച്ച് ഓഫ് ദ ഫോളോയിങ് മോർച്ചറി ഈസ് സിറ്റുവേറ്റഡ് വിത്തിൻ എ ഹോസ്പിറ്റൽ, കെയർ സെന്റർ, ഹോസ്പിസ് ഓർ റിട്ടയർമെന്റ് ഹോം. അങ്ങനെ സെയിം സെന്റൻസ് വേണ്ടി ചോദിക്കാം. നമുക്കത് ഹോസ്പിറ്റൽ മോർച്ചറിന്ന് ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പൊ മോർച്ചറിയില്, ഹോസ്പിറ്റൽ മോർച്ചറിയിലുള്ള എംപ്ലോയിഡ് സാലറീഡ് പേഴ്സണ് പറയുന്ന പേരെന്താണ്? മോർച്ചറി ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ് അഥവാ മോർട്ടീഷ്യൻ. അണ്ടർലൈൻ ചെയ്യാട്ടോ. ഹോസ്പിറ്റൽ മോർച്ചറീസ് ആർ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽ സർവീസ്. ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ സർവീസിന്റെ ഭാഗമാണ്. ഹോസ്പിറ്റൽ സർവീസിന്റെ ഭാഗമാണ് ഒരു ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ഒരാള് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ മോർച്ചറി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പെട്ടെന്ന് തന്നെ അവരുടെ ബോഡി മോർച്ചറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലെ. അപ്പൊ ഹോസ്പിറ്റൽ നൽകുന്ന ഒരു സർവീസാണ്, ഹോസ്പിറ്റൽ സർവീസിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അവിടെ എന്തൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എന്താ അവിടെ തന്നെ പിന്നെ വേറെ സ്ഥലത്തേക്ക് നമുക്ക് അന്വേഷിക്കണ്ട അല്ലെ. ആ ഹോസ്പിറ്റൽ, ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും മോർച്ചറി ഇല്ല കേട്ടോ. വെച്ചാൽ ആ ഹോസ്പിറ്റൽ ഒട്ടുമിക്ക ഹോസ്പിറ്റലുകൾക്കും ഉണ്ട് അതിന്റെ ഉള്ളിൽ തന്നെയുണ്ട് മോർച്ചറി. അപ്പൊ അങ്ങനെ മോർച്ചറി ഫെസിലിറ്റി ഇല്ലാത്ത ഹോസ്പിറ്റൽ ആണെങ്കിൽ പിന്നെ തൊട്ടടുത്തുള്ള മോർച്ചറി ഉള്ളിടത്തേക്ക് നമ്മൾ ബോഡി മാറ്റേണ്ടി വരും അല്ലെ. ഇത് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ സർവീസിന്റെ ഒരു ഭാഗമാണ്. Part of hospital service. A hospital mortuary be delegated as an autopsy site for forensic purpose. The forensic purpose നമുക്ക് ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം. പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനാണ് പറയുന്ന പേരാണ് ഓട്ടോപ്സി പോസ്റ്റ്മോർട്ടം. ഓക്കെ, എന്തിനു വേണ്ടിയ ഹോസ്പിറ്റൽ മോർച്ചറി? ഹോസ്പിറ്റൽ മോർച്ചറി may be delegated. Delegated എന്ന് പറഞ്ഞാൽ ചുമതലപ്പെടുത്തുക. എന്തായിട്ടാണ്? ഓട്ടോപ്സി സൈറ്റ് ഫോർ ഫോറൻസിക് പർപ്പസ്. ഫോറൻസിക് ആവശ്യങ്ങൾക്കായിട്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം സൈറ്റ് അല്ലെങ്കിൽ ഓട്ടോപ്സി സൈറ്റ് ആയിട്ട് ചുമതലയുള്ളതാണ് ഹോസ്പിറ്റൽ മോർച്ചറി. അവിടെ തന്നെ നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റും. ഫോറൻസിക് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടോപ്സി സൈറ്റ് അതിനായിട്ട് ചുമതലപ്പെടുത്തിയേക്കുന്നതാണ് ഹോസ്പിറ്റൽ മോർച്ചറി. ഓക്കെ, ആ ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. A hospital mortuary may be dedicated as an autopsy site for forensic purposes. Okay, clear ആണല്ലോ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? യെസ്. ഇനി നോക്കിയേ, ഇൻ റൂറൽ ഏരിയ, റൂറൽ എന്ന് പറഞ്ഞാൽ എന്താ? റൂറൽ ഏരിയ, അർബൻ, റൂറൽ ഏരിയ ഗ്രാമപ്രദേശം അല്ലെ. അപ്പൊ in rural areas where there are no burial facility nearby, hospital mortuary may be receive the body of an individual who died outside its own vicinity. Vicinity എന്ന് പറഞ്ഞാൽ സമീപത്ത്, premises സമീപത്ത്, for a feast. അപ്പൊ നോക്കിയേ, ഇപ്പൊ ഗ്രാമപ്രദേശത്തൊക്കെ മരിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് നമുക്ക് അതിന് ബറിയൽ ഫെസിലിറ്റി ഇല്ലെങ്കിൽ, ശവസംസ്കാരം നടത്താനുള്ള ആ സൗകര്യങ്ങൾ അടുത്തില്ലെങ്കിൽ നമുക്ക് എന്താ ഈ ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ മരിച്ച ആളുകളുടെ ബോഡി ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിക്കാൻ പറ്റും.
ഹോസ്പിറ്റലിന് പുറത്ത് who died outside his vicinity. അതിന്റെ ആ ഹോസ്പിറ്റൽ മോർച്ചറി അപ്പൊ അതിന്റെ സമീപ പ്രദേശത്ത് മരിച്ച ആളുകളുടെ ബോഡി എന്ത് ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് മാറ്റാൻ പറ്റും ഒരു ചെറിയൊരു ഫീസോട് കൂടി. അപ്പൊ അവിടെ ബോഡി കീപ്പ് ചെയ്യുന്നതിന് അവർക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയ ഫീസ് മേടിക്കാം. ഇത്ര രൂപ ഒരു ദിവസം ബോഡി മോർച്ചറിയിൽ വെക്കണമെങ്കിൽ ഇത്ര രൂപ, ആ രീതിയിൽ ഒരു ചെറിയ ഫീസോട് കൂടി നമുക്ക് ആ ബോഡി ഇത് ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഹോസ്പിറ്റൽ മോർച്ചറിക്ക് അതിന്റെ പരിസരത്ത് അറിയാതെ അവിടെ പുറത്ത് മരിച്ച വ്യക്തികളുടെ ബോഡി എന്താ ഒരു ചെറിയ ഫീസോട് കൂടി ഈ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിക്കാൻ പറ്റും. ഹോസ്പിറ്റൽ മോർച്ചറി അത് ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിടാം. ഹോസ്പിറ്റൽ സർവീസിന്റെ ഒരു ഭാഗമാണ് ഹോസ്പിറ്റൽ മോർച്ചറി, അത് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ ഹോസ്പിറ്റൽ മോർച്ചറി എന്തായിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നത്, ഓട്ടോപ്സി സൈറ്റ് ഫോർ ഫോറൻസിക് പർപ്പസ്, അതും അണ്ടർലൈൻ ചെയ്യാം. ഇനി അടുത്തതാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. പ്രൈവറ്റ് മോർച്ചറി അതറിയാം. പ്രൈവറ്റ് മോർച്ചറി എന്ന് പറഞ്ഞാൽ എന്താ, പ്രൈവറ്റ് ഇൻസ്ട്രക്ചർ, ഒരു സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന മോർച്ചറിയാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. A private mortuary is a private structure to receive remains waiting for burial or cremation. Okay, burial എന്ന് പറഞ്ഞാൽ കുഴിച്ചിടുക, cremation എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കുക. നമ്മള് ഈ സംസ്കാരത്തിന് വേണ്ടിയിട്ട് മൃതദേഹം ദഹിപ്പിക്കാനോ അല്ലെങ്കിൽ ബെറി ചെയ്യാനോ അടക്കം ചെയ്യാനോ വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോഡീസ് ഇല്ലേ, അത് നമ്മൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ് പ്രൈവറ്റ് മോർച്ചറി. അതായത് ഇപ്പൊ നമ്മള് എന്താണ് ബോഡി നമുക്ക് അവിടെ സൂക്ഷിക്കാൻ പറ്റും, പ്രൈവറ്റ് മോർച്ചറിയിൽ സൂക്ഷിക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ആവശ്യമാണ് നമ്മൾ അവിടെ സംസ്കാര ചടങ്ങ് കൂടി നടത്തണമെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് അവിടെ ദഹിപ്പിക്കാനും പറ്റും. ഓക്കെ, ദഹിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ നോക്കിയേ, ഒന്നാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്, നമ്മളെ സംസ്കാരത്തിനോ അല്ലെങ്കിൽ ദഹിപ്പിക്കാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോഡീസ് ഒക്കെ ഇല്ലേ, അത് സൂക്ഷിക്കുന്ന ഒരു പ്രൈവറ്റ് സ്ട്രക്ചർ ആണ് പ്രൈവറ്റ് മോർച്ചറി. ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പൊ നിങ്ങൾ ഇവിടെ ഗൾഫിലൊക്കെ മരിച്ചോ അവരുടെ റിലേറ്റീവ്സ് ഒക്കെ ആരെങ്കിലും ഒക്കെ വരാൻ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പൊ 2-3 ദിവസം വെയിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ആ 3 ദിവസം ഡെഡ് ബോഡി നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റും. 3 ദിവസം ബോഡി ഇങ്ങനെ വീട്ടിൽ വെച്ച് അതിങ്ങനെ കണ്ടോണ്ടിരിക്കാൻ നമുക്ക് പറ്റും? ഇല്ല അല്ലെ? പറ്റോ? അങ്ങനെ വെയിറ്റ് ചെയ്യാൻ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് മാറ്റാം ആ ബോഡി. ആള് വന്ന് സംസ്കാര കാര്യങ്ങളൊക്കെ നടത്തുന്ന ആ സമയം അതുവരേക്കും നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റില്ല ബോഡി. അപ്പൊ നമുക്ക് പ്രൈവറ്റ് മോർച്ചറി, നമ്മുടെ അടുത്ത് പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് ആ മോർച്ചറിയിലേക്ക്. അപ്പൊ അതുപോലെ തന്നെ ഫീസും അവര് പറയും, ഫീസ് എത്ര, പ്രൈവറ്റ് ബാത്റൂം നടത്തുന്ന ഒരു ദിവസം ബോഡി വെക്കുന്നതിന് ഇത്ര രൂപ എന്നുള്ള ഫീസോട് കൂടി നമുക്ക് ബോഡി പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് മാറ്റാൻ പറ്റും. It is mostly used in some cases of death at home. ചില വീടുകളിലൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കുകയാണെങ്കിൽ ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് മാറ്റാം. ഇനി വീടുകളിലൊക്കെ മരണപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ ബോഡി നമുക്ക് പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, വീട്ടിലും മരണങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് ബോഡി മാറ്റാം. ഇനി നോക്കിയേ, unlike the hospital mortuary, hospital mortuary നിന്ന് വ്യത്യസ്തമായിട്ട് പ്രൈവറ്റ് മോർച്ചറി എന്ത് ചെയ്യുന്നില്ല, a private mortuary may not receive the body of an individual who died of certain infectious diseases. ചില ഇൻഫെക്ഷൻ മൂലം ഇൻഫെക്ഷൻ ഡിസീസ് ആയിട്ട് മരിച്ച വ്യക്തികളുടെ ബോഡി എന്താണ് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ നിന്ന് വ്യത്യസ്തമായി പ്രൈവറ്റ് മോർച്ചറികൾ സ്വീകരിക്കുന്നില്ല. അവിടെ വല്ല ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പ്രൈവറ്റ് വ്യക്തികൾ നടത്തുന്നതാണ് അല്ലെ. അത് എപ്പോഴും ഗവൺമെന്റും പ്രൈവറ്റും തമ്മിൽ ഒരു ഇച്ചിരി വ്യത്യാസം ഉണ്ടല്ലോ അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റൽ മോർച്ചറി ആണ്, അപ്പൊ അവിടെ ഒരു ഇൻഫെക്ഷൻ ആയിട്ട് മരിച്ച ആണെങ്കിലും അവർക്ക് ഉത്തരവാദിത്തമാണ്. അവിടെ തന്നെ മോർച്ചറി ഉണ്ടെങ്കിൽ നമുക്ക് ആ ബോഡി അങ്ങോട്ട് തന്നെ മാറ്റാം. എന്നാൽ പ്രൈവറ്റ് വ്യക്തികള് അത്രയും റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല അല്ലെ. പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തായാലും അങ്ങനെയല്ലേ, അവരുടെ റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കേസുകളായിട്ട് അങ്ങനെ ഡിസീസ് വന്ന് മരിച്ച വ്യക്തികളുടെ ബോഡി ഈ പ്രൈവറ്റ് മോർച്ചറിക്കാര് റിസീവ് ചെയ്യില്ല. മനസ്സിലായോ?
ഹോസ്പിറ്റൽ മോർച്ചറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഇൻഫെഷ്യസ് ഡിസീസസ് മൂലം മരണമടഞ്ഞ വ്യക്തികളുടെ ആ ബോഡി പ്രൈവറ്റ് മോർച്ചറി, അപ്പൊ അവര് സ്വന്തം റിസ്കിൽ അത് എടുക്കണം അല്ലെ. എന്തെങ്കിലും ഇനി ഇൻഫെക്ഷനോ മറ്റുള്ളവരിലേക്ക് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം, ഇൻഫെഷ്യസ് ആയിട്ട് മരിച്ചവരുടെ ബോഡി, അതുകൊണ്ട് സ്വന്തം റിസ്ക് എടുത്തിട്ട് അവര് പ്രൈവറ്റ് മോർച്ചറിക്കാര് റിസീവ് ചെയ്യുന്നില്ല. ഓൾ പ്രൈവറ്റ് മോർച്ചറീസ് ആർ റൺ ബൈ ഫ്യൂണറൽ ഹോംസ്. എന്താ പറഞ്ഞേക്കുന്നത്? എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും ഫ്യൂണറൽ ഹോംസുകളാണ് നടത്തുന്നത്. ഫ്യൂണറൽ ഹോംസ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഫ്യൂണറൽ ഹോംസ്, ഫ്യൂണറൽ ഹോംസ് എന്താ? ദഹിപ്പിക്കുന്ന സ്ഥലം. പിന്നെ ശവശരീരം ദഹിപ്പിക്കുന്ന, ഇപ്പൊ ആരെങ്കിലും വീട്ടിലൊക്കെ സംസ്കരിക്കണ്ടോ? അതിൽ ആർക്കും സ്ഥലമില്ല അല്ലെ. വീട്ടിൽ തന്നെ ശവസംസ്കാര ചടങ്ങുകൾ ദഹിപ്പിക്കലൊന്നും നമ്മുടെ വീട്ടിലൊന്നും ചെയ്യുള്ള ആകെ 2 സെന്റ് 3 സെന്റിലൊക്കെ ഇപ്പൊ ആളുകൾ താമസിക്കുന്നത്. അപ്പൊ ബോഡി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകൂലേ ദഹിപ്പിക്കാനായിട്ട്? ആ ദഹിപ്പിക്കുന്ന സ്ഥലമാണ് ഫ്യൂണറൽ ഹോംസ് എന്ന് പറയുന്നത്. ദഹിപ്പിക്കുന്ന സ്ഥലം ഫ്യൂണറൽ ഹോംസ്. മനസ്സിലായോ? മരിച്ചവരെ അവർക്ക് അടക്കം ചെയ്യാനോ ശവസംസ്കാരത്തിനോ തയ്യാറാക്കി ഒരു സംസ്കാരം നടത്തുന്ന സ്ഥലം ഫ്യൂണറൽ ഹോംസ്. നിങ്ങളുടെ അടുത്തുണ്ടാവുമല്ലോ അല്ലെ, വീടിന്റെ ഒക്കെ അടുത്തില്ലേ ഫ്യൂണറൽ ഹോംസ് ഇല്ലേ? അപ്പൊ ആ നിങ്ങളുടെ അടുത്ത് മരിച്ചവരെയൊക്കെ അങ്ങോട്ടേക്കല്ലേ മാറ്റണേ, സംസ്കരിക്കുന്നത് അല്ലെ. അവിടെ സംസ്കരിച്ച് നമുക്ക് ബാക്കി സംസ്കാരം കഴിഞ്ഞ് ബാക്കി ചടങ്ങുകൾക്കുള്ള നമുക്ക് അതും ഇത് മാത്രം നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യും. ചാരവും സാധനങ്ങളൊക്കെ പഠിക്കും നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യും അല്ലെ. അല്ലാതെ വീടുകളിൽ ഇപ്പൊ ദഹിപ്പിക്കുന്നതൊക്കെ കുറവല്ലേ അല്ലെ? അല്ലെ, വീട്ടിലൊക്കെ ദഹിപ്പിക്കുന്ന കുറവല്ലേ ആളുകളെ? എല്ലാവരും പൊതു ശ്മശാനത്തിലേക്കാണ് കൊണ്ടുപോണത്. അതാണ് ഫ്യൂണറൽ ഹോംസ്, ശ്മശാനം. ദഹിപ്പിക്കുന്ന സ്ഥലം. അപ്പൊ നമുക്ക് എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും ഫ്യൂണറൽ ഹോംസുകളാണ് നടത്തുന്നത്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈ ഫ്യൂണറൽ ഹോംസിന്റെ കീഴിൽ വരുന്നതാണ് പ്രൈവറ്റ് മോർച്ചറികള്. ഇത് നോട്ട് ചെയ്തെടുത്ത പോയിന്റ് ഒന്നോടെ. ഫ്യൂണറൽ ഹോംസിന്റെ ഈ സംസ്കരിക്കുന്ന സ്ഥലമല്ലേ, ദഹിപ്പിക്കുന്ന സ്ഥലം, ശ്മശാനം, അതിന്റെ കീഴിൽ വരുന്നതാണ് എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും. All private mortuaries are run by funeral homes. Funeral ഹോംസിന്റെ കീഴിൽ വരുന്നതാണ് എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും. ഓക്കെ, പ്രൈവറ്റ് മോർച്ചറീസ് are part of external service of funeral homes. Funeral homes, ശ്മശാനം, ദഹിപ്പിക്കുന്ന സ്ഥലം, ശ്മശാനം, അതിന്റെ ബാഹ്യ സർവീസിന്റെ ഒരു ഭാഗമാണ് പ്രൈവറ്റ് മോർച്ചറി. ഫ്യൂണറൽ ഹോംസിന്റെ ബാഹ്യ സർവീസിന്റെ ഭാഗമാണ് പ്രൈവറ്റ് മോർച്ചറികള്. അപ്പൊ അതായത് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി, അവിടെ രണ്ടുണ്ട് ഗുണം. അതായത് ഇപ്പൊ മരിച്ചു കഴിഞ്ഞാല് നമുക്ക് നമുക്ക് പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് മാറ്റാം അല്ലെ. അപ്പൊ അവർക്കിടെ ഇതിനകത്ത് എന്താ ഫ്യൂണറൽ ഹോംസ് ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ സാധാരണ പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് മാറ്റിയാൽ മതി. മോർച്ചറിയിൽ മാറ്റുകയാണെങ്കിൽ അവർക്ക് മോർച്ചറി സർവീസ് കൊടുക്കാം അല്ലെ. ഇത്ര ദിവസം 2 ദിവസം ബോഡി ഇവിടെ കീപ്പ് ചെയ്യാം. ഇനി അവർക്കുടെ റിലേറ്റീവ്സ് ആവശ്യപ്പെടുകയാണ് ഇനി സംസ്കാര ചടങ്ങും കൂടി നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് പോകണ്ടോ? അവർക്ക് തന്നെ ഫ്യൂണറൽ ഹോംസ് ഉണ്ടല്ലോ. ഫ്യൂണറൽ ഹോംസിന്റെ കീഴിൽ ആണല്ലോ പ്രൈവറ്റ് മോർച്ചറികൾ ഉള്ളത്. അപ്പൊ ആ മോർച്ചറിയിൽ വെക്കുന്ന ബോഡി എന്ത് ചെയ്യാനും കൂടി പറ്റും? അവർക്ക് ആ സംസ്കാര ചടങ്ങും കൂടി ചെയ്യാൻ പറ്റും. അപ്പൊ 2 പൈസ കിട്ടൂലേ? 2 പൈസ കിട്ടൂലേ അല്ലെ? മോർച്ചറിയിൽ ബോഡി സൂക്ഷിക്കുന്നതിന് കിട്ടും, അവർക്കിടെ ഫ്യൂണറൽ ഹോം ഉണ്ട് അവർക്ക്. അപ്പൊ ദഹനത്തിന്റെ ദഹിപ്പിക്കാനുള്ള പൈസ കിട്ടും. ഇതിപ്പോ എല്ലാം ഓൾറെഡി ഒരു ബിസിനസ് അല്ലേ? പ്രൈവറ്റ് ഇതെന്ന് പറഞ്ഞാൽ പൈസക്കല്ലേ അവരിരിക്കുന്ന. സർവീസ് എന്നൊന്നും പറയാം, സർവീസ് എന്ന് പറഞ്ഞാലും എന്താ പറയാ, സർവീസ് മാത്രമല്ല, ഇതിന് ഒരു ദിവസം വെക്കുന്നതിന് ഇത്ര രൂപ അങ്ങനെ ഉണ്ടല്ലേ. അതനുസരിച്ച് കാശ് കറക്റ്റായിട്ട് തന്നെ മേടിക്കും. ഇതൊക്കെ നമ്മൾ ഒരു ബിസിനസ് ഇതാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ, ബോഡി മോർച്ചറിയിലും സൂക്ഷിക്കാം. പിന്നെ നമ്മൾ പറയുകയാണ് സംസ്കാരം കൂടി ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ അവർക്കിടെ ഇതിനകത്ത് തന്നെ ഫ്യൂണറൽ ഹോംസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാനും പറ്റും? അവർക്ക് ദഹിപ്പിക്കാനും പറ്റും. അപ്പൊ മോർച്ചറിയിൽ വെക്കണേന്റെയും പൈസ കിട്ടും. പ്രൈവറ്റ് വ്യക്തികൾക്ക് എന്ത് ചെയ്യാം? സംസ്കാരം നടത്തുന്നതിന്റെയും സംസ്കാരത്തിനും ഉള്ള പൈസ കിട്ടും. ഒരു ബോഡി ഇത്ര സംസ്കാരം നടത്തുന്നതിന് ഇത്ര രൂപ, അങ്ങനെയല്ലേ? ഫീസോട് കൂടിയാണ് അത്ര രൂപ എന്ന് പറഞ്ഞാൽ. അപ്പൊ 2 ഇതിൽ കിട്ടും. ഓക്കെ,
ഇനി അടുത്ത് നോക്കിയാൽ ലാസ്റ്റ് പോയിന്റ്, they come under the category either of funeral homes or funeral parlor. funeral home എന്ന് പറഞ്ഞാലും funeral parlor എന്ന് പറഞ്ഞാലും ശരിയാട്ടോ, രണ്ടും ഒന്നാണ്. അതിന്റെ കാറ്റഗറി ഈ പ്രൈവറ്റ് മോർച്ചറി ഇതിന്റെ കാറ്റഗറിയിൽ വരുന്ന comes under either of funeral home or funeral parlor. funeral home ശ്മശാനം, അതിന്റെ ഒരു കീഴിൽ വരുന്നതാണ് പ്രൈവറ്റ് മോർച്ചറികൾ. ഓക്കെ, തരത്തിലുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ടൈപ്പ് ഓഫ് മോർച്ചറിയില് വെയിറ്റിംഗ് മോർച്ചറി പറഞ്ഞു. വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറഞ്ഞാൽ എന്താ, മരിച്ചു, ആളുകൾ മരിച്ചാലും പണ്ട് ഇങ്ങനെ മോഡേൺ രീതിയിൽ ഡെത്ത് വെരിഫൈ ചെയ്യാനായിട്ട് അവർ സിസ്റ്റം ഇല്ല. അപ്പൊ എന്ത് ചെയ്യും, കുറച്ചു ദിവസം ആ ബോഡി എന്ത് ചെയ്യുന്നു, അവിടെ സൂക്ഷിക്കും. അപ്പൊ ഏകദേശം ബോഡി ഒരു പാർഷ്യലി ഡീക്കെ ആകുമ്പോഴത്തേക്കും എടുത്ത് സംസ്കരിക്കും. അപ്പൊ അതുവരേക്കും ബോഡി സൂക്ഷിച്ചു വെക്കാനാണ് വെയിറ്റിംഗ് മോർച്ചറി. പിന്നെ ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെയോ കെയർ സെന്റർ, ഹോസ്പിറ്റൽ സെന്ററിന്റെ ഒക്കെ ഉള്ളിൽ വരുന്നതാണ്. അപ്പൊ അവിടുത്തെ എംപ്ലോയി ആരാ, മോർട്ടീഷ്യൻ അല്ലെങ്കിൽ മോർച്ചറി ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ്. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഒരു പേഷ്യന്റ് അവിടെ കിടന്ന് മരിക്കുകയാണെങ്കിൽ അവർക്ക് ഹോസ്പിറ്റലിൽ തന്നെ മോർച്ചറി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് ആ മോർച്ചറിയിലേക്ക് തന്നെ മാറ്റാൻ പറ്റും. അപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു സർവീസ് ആണ്. അത്രയും ദിവസം ആ വ്യക്തി അവിടെ ട്രീറ്റ്മെന്റിൽ ഇരുന്നു അല്ലെ, അപ്പൊ അതിന് മരുന്നാണിപ്പോ അതിന്റെ ഒരു ഭാഗം. ഹോസ്പിറ്റലിന്റെ ഒരു സർവീസിന്റെ ഭാഗമാണ് ഹോസ്പിറ്റൽ മോർച്ചറി. അപ്പൊ എന്ത് ചെയ്യാം, ഫോർമാലിറ്റി ഒക്കെ ക്ലിയർ ചെയ്യുന്നവരേക്കും ബോഡി ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് മാറ്റാം. ഓക്കെ, പിന്നെ അടുത്തത് നമ്മൾ റൂറൽ ഏരിയയിൽ അതെങ്കിലും ഫെസിലിറ്റി ഒക്കെ അടുത്തില്ലെങ്കിൽ ബോഡി തൽക്കാലത്തേക്ക് ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് മാറ്റാൻ പറ്റും. ഒരു ചെറിയൊരു ഫീസ് വേണം പറഞ്ഞേക്കുന്നത്, ഒരു ചെറിയൊരു ഫീസോട് കൂടി. പ്രൈവറ്റ് വ്യക്തികൾ മേടിക്കുന്ന അത്രയും പൈസ ഇല്ല, ഒരു ചെറിയൊരു ഫീസോട് കൂടി ഹോസ്പിറ്റൽ മോർച്ചറിയിൽ ബോഡി സൂക്ഷിച്ചു വെക്കാം. ഇനി പ്രൈവറ്റ് മോർച്ചറി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സ്ട്രക്ചർ ആണ് അല്ലെ, എല്ലാം പ്രൈവറ്റ് ആണ്. ഓരോന്നിനും ആകെ കണക്ക് കുറഞ്ഞ കാശ് മേടിക്കും അല്ലെ മോർച്ചറിയിനകത്ത്. അപ്പൊ നമ്മൾ വീടുകളിൽ ചില സാഹചര്യങ്ങളിൽ മരണമടഞ്ഞ് പിന്നെ പുറത്തൊക്കെ മരിച്ച് ആളുകൾ റിലേറ്റീവ്സ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് വരേക്കും ബോഡി വീട്ടിൽ വെക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് മാറ്റാം. അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടെ ഫീസ് ആണ്, ഒരു ദിവസം മോർച്ചറിയിൽ വെക്കണമെങ്കിൽ ഇത്ര രൂപ എന്നുള്ളത്. അങ്ങനെ പിന്നെ ഫ്യൂണറൽ ഹോംസിന്റെ ഒരു ഭാഗ്യ സർവീസിന്റെ ഭാഗമാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഫ്യൂണറൽ ഹോംസിന്റെ കീഴിൽ വരുന്നതാണ് പ്രൈവറ്റ് മോർച്ചറി. അപ്പൊ ബോഡി ഇനി മോർച്ചറിയിൽ സൂക്ഷിക്കാനും പറ്റും. ഇനി ആവശ്യമാണ്, നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അവർ എന്ത് ചെയ്യുന്നു, അവരുടെ സംസ്കാര കാര്യങ്ങളും കൂടി നടത്തും. അപ്പൊ രണ്ട് പൈസയും പ്രൈവറ്റ് വ്യക്തികൾക്ക് കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ.